നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രതിപക്ഷ നേതാവ് കേൾക്കുന്നത് ആരും അങ്ങോട്ടൊന്നും പറയുന്നില്ല, അല്ലെങ്കിൽ കേൾക്കുന്നില്ല. എന്തേ പ്രതിപക്ഷ നേതാവ് പറയുന്ന കാര്യങ്ങൾ ആളുകൾക്ക് കേൾക്കണ്ടേ എന്നുള്ള രീതിയിൽ കൈരളി TV കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റർ ഇറക്കി. കാരണം കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനം ഏതൊക്കെ ചാനൽ എത്ര മിനിറ്റ് വരെ കാണിച്ചു, എത്ര സമയം വരെ കാണിച്ചു എന്നൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട് 1 മണിക്കൂർ നീണ്ടു നിന്ന ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഏതൊക്കെ ചാനൽ സംപ്രേഷണം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ പോസ്റ്റർ ഒക്കെ ഇറക്കിയിട്ടുണ്ട്. അതിൽ കൈരളി TV മാത്രമാണ് 55 മിനിറ്റോളം ആ സംപ്രേഷണം നടത്തിയത്, അല്ലെങ്കിൽ വാർത്താ സമ്മേളനം സംപ്രേഷണം ചെയ്തത്. എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യം അത് ആൾക്കാർക്ക് കേൾക്കണ്ടേ എന്ന ചോദ്യമൊക്കെ ചോദിച്ചുകൊണ്ടാണ് നിലവിൽ ഏതായാലും കൈരളി TV അത്തരം ഒരു പോസ്റ്റർ ഇറക്കിയിരിക്കുന്നത്. അതേസമയം പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയനും ദേഷ്യം ഒട്ടും കുറഞ്ഞിട്ടില്ല എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. അദ്ദേഹത്തിനോട് ഡൽഹിയിലുള്ള മാധ്യമ പ്രവർത്തകർ ചോദ്യം ചോദിച്ച സമയത്ത് ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല. അല്ലെങ്കിൽ ഉത്തരം പറയുന്നതിന് മുന്നേ തന്നെ അദ്ദേഹം ഈ കാറിനകത്തേക്ക് കയറുകയായിരുന്നു. കാറിനകത്ത് കയറി ഉടൻ തന്നെ അദ്ദേഹം വാതിൽ അടയ്ക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കാല് അങ്ങ് പുറത്തായി പോയി. കാലും വാതിലും തമ്മിൽ ഇറുകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴാണ് കാല് എടുത്തകത്ത് വെക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങളൊക്കെ തന്നെ കഥ അടയ്ക്കുകയാണോ, ഡോർ അടയ്ക്കുകയാണോ എന്ന് ശുഭതനായി ചോദിക്കുന്നത് മാധ്യമ പ്രവർത്തകരോടാണ് ഈ ചോദ്യം വന്നത്. എന്തായാലും ഡൽഹിയിൽ വെച്ചായിരുന്നു. പ്രത്യേകിച്ച് ഡൽഹിയിലെ കേരള ഹൗസും മുൻ മുഖ്യമന്ത്രിയും തമ്മിൽ കട്ടക്കലിപ്പാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം മുമ്പ് അറിയാലോ, ഡൽഹിയിൽ നിന്ന് കോഴിക്കോടേക്ക് വരാനിരുന്ന അദ്ദേഹത്തിന്റെ ഫ്ലൈറ്റ് മുടങ്ങുന്നു. അദ്ദേഹം 5 മണിക്കൂറോളം വിമാനത്താവളത്തിൽ വെയിറ്റ് ചെയ്യുന്നു. ഇതുമായി തുടർന്ന് അദ്ദേഹം ഒരാളുടെ പണി തെറിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്തായാലും പ്രതിപക്ഷ നേതാവിന്റെ ചൂട് ഒട്ടും കുറഞ്ഞിട്ടില്ല എന്ന് തെളിയിക്കുന്നതാണ് പുറത്തു വരുന്ന ഈ വാർത്തകൾ, ഈ വീഡിയോകൾ.